Hello guys, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള വ്യക്തികളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ചാനലിൽ ഒരു ട്രേഡിംഗ് സീരീസ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തുകൂടെ, അത് എന്താ ബിഗിനേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾക്കെല്ലാം ഉപകാരപ്പെടും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരിൽ കുറച്ചധികം ആൾക്കാരും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇന്നു മുതൽ നമ്മുടെ ഒരു ചാനലിൽ ട്രേഡിംഗ് സീരീസ് തുടങ്ങുകയാണ്. ഈ ഒരു വീഡിയോ ആണ് നമ്മുടെ ഈ ഒരു സീരീസിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത്, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു കാൻഡിൽസ്റ്റിക്കിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, കാൻഡിൽസ്റ്റിക്കിനെ കുറിച്ച് കൂടുതൽ അറിവൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഉറപ്പ് തരുന്നു, നിങ്ങൾ എന്തായാലും ആ ഒരു കാര്യം പഠിച്ചിരിക്കും എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേ കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കാൻഡിൽസ്റ്റിക്കിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബുള്ളിഷ് മാർക്കറ്റും അതുപോലെ തന്നെ ബിയറിഷ് മാർക്കറ്റും നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഏതൊരു ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽ നമ്മൾ പോയി നോക്കുകയാണെങ്കിലും അവിടെ എല്ലാം ഈ ഒരു ഗ്രീൻ വെച്ച് സൂചിപ്പിക്കുന്നത് ആ ഒരു ബുള്ളിഷ് മാർക്കറ്റ്, അതായത് നമ്മുടെ ആ ഒരു കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകുന്നതിനെ ആയിരിക്കും അവിടെ ഗ്രീൻ വെച്ച് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ റെഡ് നോക്കുകയാണെങ്കിൽ അവിടെ ബിയറിഷ് മാർക്കറ്റ്, അതായത് ഒരു കോയിൻ്റെ വാല്യൂ താഴോട്ട് പോകുന്നതിനെ ആയിരിക്കും അവിടെ ഈ ഒരു റെഡ് വെച്ച് സൂചിപ്പിക്കുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു ബുള്ളിഷ് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ മുകളിലായിരിക്കും ആ ഒരു ക്ലോസ് വരുന്നത്. അതായത് ആ ഒരു ഗ്രാഫിൻ്റെ ഇപ്പോൾ പ്രൈസ് ക്ലോസ് ആ ഒരു ചാർട്ട് ക്ലോസ് ചെയ്യുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രാഫിൻ്റെ ഒരു അവസാനം എന്ന് പറയുന്നത് മുകളിലായിരിക്കും. ഓപ്പണ്, അതായത് ആ ഒരു പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് താഴെയുമായിരിക്കും ബുള്ളിഷിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ. ഇനിയിപ്പോൾ ആ ഒരു കാര്യം തന്നെ ബിയറിഷിൻ്റെ ഒരു രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ മുകളിലായിരിക്കും ഓപ്പൺ വരിക. നമ്മൾ പറഞ്ഞു ബുള്ളിഷിൽ നോക്കുകയാണെങ്കിൽ അവിടെ താഴെയായിരിക്കും ഓപ്പണ്, ഇവിടെ ബിയറിഷിലാണെങ്കിൽ മുകളിലായിരിക്കും ഓപ്പൺ വരിക. പിന്നെ ആ ഒരു ബിയറിഷിൽ നോക്കുകയാണെങ്കിൽ ക്ലോസ് താഴെയായിരിക്കും വരിക. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ബുള്ളിഷ് ക്ലോസ് മേലെ താഴെ ഓപ്പണ്, അതുപോലെ തന്നെ ബിയറിഷ് നോക്കുകയാണെങ്കിൽ മേലെ ഓപ്പണ് താഴെ ക്ലോസ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാം. ഇനി ഇതിൻ്റെ റിയൽ ബോഡി എന്ന് പറയുന്നതാണ് ഈ ഒരു ഗ്രീൻ കാണുന്നത്. ബുള്ളിഷിൽ ഗ്രീൻ ആയിരിക്കും റിയൽ ബോഡി, അതുപോലെ തന്നെ ബിയറിഷിൽ റെഡ് ആയിരിക്കും റിയൽ ബോഡി എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു അപ്പർ ഷാഡോ ലോവർ ഷാഡോ എന്താണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹൈറ്റ് ഇവിടെ ഈ ഒരു ചെറിയൊരു രീതിയിൽ ഒരു വര കാണാനായിട്ട് പറ്റും. അതാണ് ഈ ഒരു ബിയറിഷിൻ്റെയും ബുള്ളിഷിൻ്റെയും ഈ ഒരു അപ്പർ ഷാഡോ എന്ന് പറയുന്നത്, അതായത് മുകളിലെ ആ ഒരു ഷാഡോ എന്ന് പറയുന്നത്. ലോവർ ഷാഡോ നോക്കുകയാണെങ്കിൽ ആ ഒരു രണ്ട് വര നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ലോവർ ഷാഡോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കൂടുതലായിട്ട് ഒന്ന് നോക്കാം. ഞാൻ ഒരു ചിത്രവും കാര്യങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്, അതായത് ബുള്ളിഷ് മാർക്കറ്റിൻ്റെയും ബിയറിഷ് മാർക്കറ്റിൻ്റെയും ഒരു ചിത്രം കാര്യങ്ങളൊക്കെ ഇന്നലെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമുക്കൊന്ന് ആ ഒരു ഗ്രാഫ് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഒന്ന് നോക്കാം. ഇത് നമ്മുടെ ബുള്ളിഷ് മാർക്കറ്റാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു ഭാഗത്തായിട്ട് 10, 15, 20, 25, 30, 35 എന്നുള്ള ആ ഒരു പ്രൈസ് റേഞ്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു 15-ലാണ് ഈ ഒരു പ്രൈസ് ഓപ്പൺ ചെയ്യുന്നത്. ഓപ്പൺ പ്രൈസ് എന്ന് പറയുന്നത് 15-ലാണ് നമ്മൾ ഇവിടെ ഈ ഒരു ഗ്രാഫിൽ വരച്ചിട്ടുള്ളത്. അപ്പോൾ അത് 25 വരെ പോകുന്നു. എന്നിട്ട് അത് ലോ പ്രൈസ്, ഏറ്റവും ലോ പ്രൈസിലേക്ക് 10-ലേക്ക് തിരിച്ചെത്തുകയാണ്. അതിനുശേഷം പിന്നീട് ഏറ്റവും ഹൈ പ്രൈസിലേക്ക് ഈ ഒരു ഗ്രാഫ് പോവുകയാണ്, ആ ഒരു കോയിൻ്റെ വാല്യൂ പോവുകയാണ്. അങ്ങനെ 35-ലേക്കാണ് ഏറ്റവും ഹൈ പ്രൈസ് പോയിട്ടുള്ളത്. എന്നിട്ട് നേരെ പിന്നീട് താഴ്ന്നിട്ട് ഇവിടെ 25-ലേക്ക് എത്തുകയാണ്. അവിടെ ക്ലോസിംഗ് പ്രൈസ് എന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു കാര്യം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയാണ് ക്ലോസ് ചെയ്യുന്നത്, ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ 15-ൽ ഓപ്പൺ ചെയ്ത പ്രൈസ് പിന്നീട് ക്ലോസ് ചെയ്യുന്നത്, പിന്നീട് 25-ലേക്ക് പോയി, ലോ 10-ലേക്ക് പോയി, ഹൈ 35-ലേക്ക് പോയി, പിന്നീട് ക്ലോസ് ചെയ്യുന്നത് 25-ലാണ്. അപ്പോൾ ആ ഒരു ക്ലോസിംഗ് പ്രൈസിൻ്റെയും ഓപ്പൺ പ്രൈസിൻ്റെയും ഇടയിലായിരിക്കും ആ ഒരു ഗ്രാഫ്, അതായത് ലൈക്ക് ആ ഒരു കാൻഡിൽ സ്റ്റിക്കിൻ്റെ ആ ഒരു ബോഡി വരുന്നത്, റിയൽ ബോഡി ആയിട്ട് വരുന്നത്. നമ്മൾ കഴിഞ്ഞ ഒരു ഇതിൽ പറഞ്ഞു, അതായത് ഈ ഒരു റിയൽ ബോഡി വരുന്നത് നമ്മുടെ ആ ഒരു ക്ലോസിംഗ് പ്രൈസിൻ്റെയും ഓപ്പൺ പ്രൈസിൻ്റെയും സെൻട്രലായിട്ടായിരിക്കും ആ ഒരു ബോഡി. അതായത് എത്രത്തോളം ഈ ഒരു ഹൈറ്റിലേക്ക് പോയിട്ടുണ്ടോ അത്രത്തോളം ഈ ഒരു ബോഡിയുടെ സൈസും കാര്യങ്ങളും എല്ലാം വലുതാകും. പിന്നീട് ഈ ഒരു അപ്പർ ഷാഡോ എന്ന് പറയുന്നത് ഹൈ പ്രൈസും ക്ലോസിംഗ് പ്രൈസും തമ്മിലുള്ള
ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും. ഏറ്റവും കൂടുതൽ ഹൈ ആയിട്ട് പോയിട്ടുള്ള ആ ഒരു പ്രൈസിൻ്റെയും അതുപോലെ തന്നെ ക്ലോസിംഗ് പ്രൈസിൻ്റെയും സെൻട്രൽ ആയിട്ടുള്ള ആ ഒരു എത്ര ക്യാപ്പ് ഉണ്ടോ അതായിരിക്കും അവിടെ അപ്പർ ഷാഡോ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ബുള്ളിഷിൻ്റെ കാര്യത്തിലാണ് നമ്മളിപ്പോൾ പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ഗ്രീൻ വെച്ചാണ് സൂചിപ്പിച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നമ്മുടെ ബുള്ളിഷാണ് ഗ്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ലോവർ ഷാഡോ എന്ന് പറയുന്നത് ഓപ്പൺ പ്രൈസും അതുപോലെ തന്നെ ലോ പ്രൈസും തമ്മിലുള്ള ആ ഒരു വ്യത്യാസമായിരിക്കും ഇവിടെ ലോവർ ഷാഡോ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ബിയറിഷ് മാർക്കറ്റാണ് നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ 10, 15, 20, 25, 30, 35 എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താ ഈ ഒരു പ്രൈസ് റേഞ്ച് നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്പൺ പ്രൈസ് എന്ന് പറയുന്നത് 25ലാണ്, 25ലാണ് ഇവിടെ ഓപ്പൺ പ്രൈസ്. ഇവിടെ നിന്നാണ് പ്രൈസ് എന്താ തുടങ്ങുന്നത്. അപ്പോൾ ഹൈ പ്രൈസ്, ഏറ്റവും ഹൈ പ്രൈസ് 35ലാണ്. പിന്നീട് താഴത്തോട്ട് ഗ്രാഫ് പോകുന്നു, താഴത്തോട്ട് പോയിട്ട് ഏറ്റവും ലോ പ്രൈസ് ഇവിടെ 10ലാണ് നിൽക്കുന്നത്. 10ൽ നിന്നും പിന്നീട് 20ലേക്ക് ഒരു ഹൈപ്പ് കിട്ടുകയാണ്, ഒരു ബുള്ളിഷ് മാർക്കറ്റിലാവുകയാണ്. അങ്ങനെ ഈ ഒരു എന്താ ക്ലോസിംഗ് പ്രൈസ് ഇവിടെയാണ് ഈ ഒരു പ്രൈസ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പൺ പ്രൈസ് 25ലും ക്ലോസിംഗ് പ്രൈസ് ഈ ഒരു 20ലുമാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും ഇവിടെ റിയൽ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, റിയൽ ബോഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം ഇവിടെ വെച്ച് നോക്കുക. ഈ ഒരു ഓപ്പൺ പ്രൈസിൻ്റെയും ക്ലോസിംഗ് പ്രൈസിൻ്റെയും സെൻട്രൽ ആയിരിക്കും ഈ ഒരു റിയൽ ബോഡി വരിക. പിന്നീട് ഈ ഒരു ബിയറിഷ് മാർക്കറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ ഓപ്പൺ പ്രൈസും ഹൈ പ്രൈസും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെ ആയിരിക്കും ഇവിടെ അപ്പർ ഷാഡോ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഈ ഒരു ലൈൻ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്താ ബിയറിഷ് മാർക്കറ്റിൽ തന്നെ ഈ ഒരു ലോ പ്രൈസും എന്താണ് ഇവിടെ ക്ലോസിംഗ് പ്രൈസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും ഇവിടെ ലോവർ ഷാഡോ എന്ന് പറഞ്ഞിട്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കാര്യം ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. ജസ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. ബുള്ളിഷ് മാർക്കറ്റിൽ എന്താ പറയുക, ക്ലോസ് മുകളിലും ഓപ്പൺ താഴെയുമായിരിക്കും. ഹൈ അതായത് ഈ ഒരു അപ്പർ ഷാഡോ ലോവർ ഷാഡോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും. പിന്നെ റിയൽ ബോഡി ഈ ഒരു ബുള്ളിഷിൽ ഗ്രീനും റിയൽ ബോഡി ബിയറിഷിൽ റെഡും ആയിരിക്കും. പിന്നീട് ഇവിടെ ബുള്ളിഷ് മാർക്കറ്റിലോട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 10, 15, 20, 25, 30, 35 എന്ന് പറഞ്ഞിട്ട് പ്രൈസ് റേഞ്ചും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ഓപ്പൺ പ്രൈസ് 15ലാണ് തുടങ്ങുന്നത്, 25ൽ ഇത് അവിടുന്ന് താഴത്തോട്ട് പോകുന്നു. ലോ പ്രൈസ് 10ലാണ്, 10ൽ നിന്നും പിന്നീട് ഹൈ പ്രൈസ് ആവുകയാണ്, പിന്നീട് ഒരു ബുള്ളിഷ് ആവുകയാണ്. അപ്പോൾ ഇവിടെ 35ൽ ഇവിടെ ബുള്ളിഷ് ഏറ്റവും ഹൈ പ്രൈസ് ആവുകയാണ്, എന്നിട്ട് താഴത്തോട്ട് പോവുകയാണ്, ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഈ ഒരു ക്ലോസ് ചെയ്യുന്നു, ഇവിടെ നിന്നും ഈ ഒരു ക്ലോസിംഗ് റൈറ്റിൽ നിന്നും ഓപ്പൺ പ്രൈസ്, അതായത് ആ ഒരു ഭാഗത്തായിരിക്കും ഇതിൻ്റെ റിയൽ ബോഡി വരിക. അപ്പർ ഷാഡോ എന്ന് പറയുന്നത് ബുള്ളിഷിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഹൈ പ്രൈസും അതുപോലെ തന്നെ ഈ ഒരു ക്ലോസിംഗ് പ്രൈസും ആയിരിക്കും. അപ്പോൾ ഈ ഒരു ബോഡിയുടെ ഈ ഒരു ലോവർ ഷാഡോ നോക്കുകയാണെങ്കിൽ ലോ പ്രൈസും നമ്മുടെ ഈ ഒരു ഓപ്പൺ പ്രൈസും ആ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും ഇവിടെ ലോവർ ഷാഡോ ആയിട്ട് വരിക. ഇനിയിപ്പോൾ ബിയറിഷ് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ 10, 15, 20, 25, 30, 35 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്പൺ പ്രൈസ് 25ലാണ്, ഹൈ പ്രൈസ് 35ൽ, പിന്നീട് താഴത്തോട്ട് പോകുന്നു, ലോ പ്രൈസ് ആകുന്നു, പിന്നീട് എന്താ ക്ലോസിംഗ് പ്രൈസ് 20ൽ ക്ലോസ് ആകുന്നു. അപ്പോൾ ഇവിടെ എന്താണ് ബോഡി വരുന്നത് ഓപ്പൺ പ്രൈസിൻ്റെയും ക്ലോസ് പ്രൈസിൻ്റെയും സെൻട്രലായിട്ട് കുറച്ച് ഡിസ്റ്റൻസിലാണ് റിയൽ ബോഡി വരുന്നത്. അപ്പോൾ ഈ ഒരു അപ്പർ ഷാഡോ എന്ന് പറയുന്നത് ഹൈ പ്രൈസും ഓപ്പൺ പ്രൈസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഈ ഒരു ലോവർ ഷാഡോ എന്ന് പറയുന്നത് ലോ പ്രൈസും ഈ ഒരു എന്താണ് ക്ലോസിംഗ് പ്രൈസും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാൻഡിൽസ്റ്റിക്കിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടാവും, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇനി നമ്മുടെ ട്രേഡിംഗ് സീരീസ് തുടരുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ചാനലിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം നമ്മുടെ ആഴ്ചയിൽ ഒരു വീഡിയോ വെച്ച് നമ്മുടെ ഒരു ട്രേഡിംഗ് സീരീസിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് വൈൻഡപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ലൊരു കണ്ടന്റുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.